സൗദിയിൽ മരിച്ച പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചു. നെടുമങ്ങാട് സ്വദേശി ബാബു അപ്പുവിന്റെ മൃതദേഹമാണ് റിയാദിൽ നിന്നും കൊച്ചിയിലേക്ക് കയറ്റിവിട്ടത്. മൃതദേഹം നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ലോക കേരള സഭയുടെ ഓപ്പൺ ഫോറത്തിൽ ബാബു അപ്പുവിന്റെ മകൻ എത്തിയതോടെയാണ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. സൗദിയിലെ കമ്മീഷൻ വിഷയത്തിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നെടുമങ്ങാട് സ്വദേശി ബാബു അപ്പുവിന്റെ മൃതദേഹമാണ് നാട്ടിലേക്ക് കയറ്റിവിട്ടത്. മൃതദേഹം ഏറ്റുവാങ്ങാനാളില്ലാതെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന പരാതിയുമായി ബാബു അപ്പുവിന്റെ മകൻ തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയുടെ ഓപ്പൺ ഫോറത്തിലെത്തിയിരുന്നു. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് വേദിയിൽ വെച്ച് എം.എ. യൂസുഫ് അലി ഉറപ്പു നൽകുകയും ചെയ്തു. 3 പ്രവൃത്തി ദിവസം കൊണ്ട് മൃതദേഹം നാട്ടിലയക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും 4ാം ദിവസം നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. അസീർ ഗവർണറേറ്റ്, ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയുടെയും റിയാദിലും അസീറിലുമുള്ള പൊതുപ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായത്. സഹകരിച്ച എല്ലാവർക്കും ലുലു ഗ്രൂപ്പ് സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് നന്ദി പറഞ്ഞു. അപകട മരണം എന്നതിനപ്പുറം ബാബു അപ്പു സ്പോൺസറിൽ നിന്ന് മാറി ജോലി ചെയ്യുകയും ഹുറൂബ് കേസിൽ അകപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം കേസുകളിൽ നടപടിക്രമങ്ങൾ വൈകാറുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരുടെ കൃത്യമായ ഇടപെടൽ മൂലമാണ് ബാബു അപ്പുവിന്റെ മൃതദേഹം ഇത്രയും പെട്ടെന്ന് വിട്ടുകിട്ടിയതെന്ന് ലുലു ഗ്രൂപ്പ് അറിയിച്ചു. ജൂൺ 10-നാണ് ബാബു അപ്പു മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ ചെലവുകളും വഹിച്ചത് എം.എ. യൂസുഫ് അലിയാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.